ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടുള്ള പ്രചാരണങ്ങളിൽ എല്ലാ മുന്നണികളും ശക്തമായിട്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യത്തിലാണ് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ ആഭിമുഖ്യത്തിൽ കേരള പദയാത്ര 27-ാം തീയതി കാസർഗോഡ് നിന്ന് ആരംഭിച്ചു. കേരള പദയാത്ര ഇതിനോടകം 7 ലോക്സഭാ മണ്ഡലങ്ങൾ പിന്നിട്ടിരിക്കുകയാണ്. കേരള പദയാത്രയ്ക്ക് വലിയ ജനപിന്തുണയാണ് ഇതുവരെ കേരളത്തിൽ ലഭിച്ചിട്ടില്ലാത്ത തരത്തിലുള്ള ജനപിന്തുണയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കേരള പദയാത്ര ആരംഭിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് നല്ല സ്വാധീനമുള്ള കാസർഗോഡ് ജില്ലയിൽ വെച്ചിട്ടാണ് പദയാത്ര തുടങ്ങിയത്. പക്ഷേ പിന്നീട് കണ്ണൂരിലും അതുപോലെ വയനാട്ടിലും വടകരയിലുമെല്ലാം താരതമ്യേന ഞങ്ങൾ അത്ര സ്വാധീനമില്ലാത്ത ഒരു മുന്നണിയാണ്. പക്ഷെ അവിടെയെല്ലാം ജനങ്ങൾക്കിടയിൽ നിന്നുണ്ടായത് അഭൂതപൂർവമായിട്ടുള്ള സ്വീകരണവും ജനങ്ങളുടെ പിന്തുണയും ഞങ്ങൾ കാണാൻ കഴിഞ്ഞു. ഒരു കാര്യം എല്ലാവരും സമ്മതിക്കുന്നതാണ്, രാഷ്ട്രീയ നേതൃത്വങ്ങൾ ഉൾപ്പെടെ നരേന്ദ്രമോദി എന്ന് പറയുന്ന പ്രധാനമന്ത്രിക്ക് മുമ്പെങ്ങും ഇല്ലാത്ത വിധത്തിലുള്ള സ്വീകാര്യത കേരളത്തിൽ ലഭിച്ചിരിക്കുന്നു. മോദിയുടെ ഗ്യാരണ്ടി എന്നുള്ളത് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഏറ്റവും വലിയ ചർച്ചാ വിഷയമാവും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷം രാജ്യത്ത് എന്തെല്ലാം ചെയ്തു, അത് കേരളത്തിൽ എങ്ങനെ പ്രതിഫലിച്ചു എന്നുള്ളതായിരിക്കും ഇത്തവണ പ്രധാനമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ചർച്ചാ വിഷയങ്ങളിലൊന്ന്. അത് നേരത്തെ മനസ്സിലാക്കിക്കൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയനും LDFും ഏതാണ്ട് സമാനമായ നിലപാട് UDFും സ്വീകരിക്കാൻ കാരണം. അതുകൊണ്ടാണ് കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്നുള്ള ഒരു പ്രചാരണവുമായി കുറച്ചു കാലമായിട്ട് സർക്കാർ ഇങ്ങനെ ഒരു നുണപ്രചാരണം കേരളത്തിൽ നടത്തുന്നു. കേന്ദ്രം കേരളത്തെ അവഗണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ഇന്ന് ദില്ലിയിൽ പോയിരിക്കുക. മുഖ്യമന്ത്രി മാത്രമല്ല, മന്ത്രിമാരെല്ലാവരും പോകുന്നു, ജനപ്രതിനിധികൾ എല്ലാവരും പോകുന്നു, പാർട്ടി നേതാക്കളും മുന്നണി നേതാക്കളും പോകുന്നു. ഇതുകൊണ്ട് കുറച്ചുകൂടി കടം കേരളത്തിന് കൂടുമെന്നല്ലാതെ മറ്റൊരു കാര്യവും ഇതുകൊണ്ടില്ല. കാരണം ഒരു വ്യാജ നറേറ്റീവ് സൃഷ്ടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും ഇടതുപക്ഷവും ദില്ലിയിൽ സമരം ചെയ്യാൻ പോയിരിക്കുകയാണ്. പക്ഷെ ഇതിനിടയിൽ സർക്കാരിന് ഒരു അമളി പറ്റിയിരിക്കുകയാണ്. കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് സുപ്രീം കോടതിയിൽ സംസ്ഥാന ഗവൺമെന്റ് പോയി. സുപ്രീം കോടതിയിൽ സംസ്ഥാന ഗവൺമെന്റ് പോയതിന് കൃത്യമായിട്ടുള്ള മറുപടി കേന്ദ്ര സർക്കാർ സത്യവാങ്മൂലമായി സുപ്രീം കോടതിയിൽ നൽകിയിരിക്കുകയാണ്. ആ സത്യവാങ്മൂലത്തിൽ കേരളത്തെ കേന്ദ്രം അവഗണിക്കുന്നില്ല എന്ന് മാത്രമല്ല, കേരളത്തിന് അർഹിക്കുന്നതിനേക്കാൾ പരിഗണന ലഭിച്ചിരിക്കുന്നുവെന്ന് വസ്തുതാപരമായി ബോധ്യപ്പെടുത്താൻ കേന്ദ്ര സർക്കാരിന് കഴിഞ്ഞിരിക്കുക. സത്യത്തിൽ കേരള മുഖ്യമന്ത്രി ദില്ലിയിൽ സമരം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്കുള്ള മറുപടി പറഞ്ഞിട്ട് വേണമായിരുന്നു പോകാൻ. ധനകാര്യ കമ്മീഷനുകൾ കേരളത്തിന് കൊടുക്കേണ്ടതിന് നിശ്ചയിച്ച വിഹിതത്തെക്കാൾ കൂടുതൽ കേന്ദ്ര സർക്കാർ കേരളത്തിന് കൊടുത്തിട്ടുണ്ട്. ധനകാര്യ കമ്മീഷനുകൾ കേരളത്തിന് കൊടുക്കേണ്ട വിഹിതം പറഞ്ഞതിനേക്കാൾ കൂടുതൽ വിഹിതം കേരളത്തിന് അനുവദിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണം സർക്കാരിന്റെ മിസ്മാനേജ്മെന്റ് ആണ്, സർക്കാരിന്റെ ധൂർത്തും അഴിമതിയാണ് എന്ന് സ്ഥാപിക്കാൻ ആവശ്യമായ മുഴുവൻ വിവരങ്ങളും ആ സത്യവാങ്മൂലത്തിലുണ്ട്. കേരളത്തിന്റെ സമ്പദ്ഘടന തകർത്തതിൽ പ്രധാന കുറ്റവാളി കഴിഞ്ഞ 8 വർഷമായി ഇവിടെ ഭരിക്കുന്ന പിണറായി വിജയനും തത്തുല്യമായ കുറ്റവാളികൾ ഉത്തരവാദിത്തമുള്ളവർ UDFുമാണ്. കേരളത്തിൽ കടക്കണി വർദ്ധിക്കുന്നു, കേരളത്തിൽ ഉൽപാദനം കുറയുന്നു, ദേശീയ ശരാശരിയേക്കാൾ GDP കുറയുന്നു, ദേശീയ ശരാശരിയേക്കാൾ തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു. കേരളത്തിന്റെ സാമ്പത്തിക തകർച്ചയ്ക്കും വളർച്ചാ മുരടിപ്പിനും കേന്ദ്ര സർക്കാർ ഒരു തരത്തിലും ഉത്തരവാദിയല്ല.